എല്ലാവർക്കും റെസിപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയുടെ വീഡിയോ ആണ്. പരിപ്പ് കറിയിൽ പച്ചമാങ്ങയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവന്ന പരിപ്പ് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിനകത്തേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഒരു കുക്കറിനകത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കാദ്യമേ ഈ പരിപ്പും പച്ചമുളകും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പരിപ്പ് വേവിച്ച സമയത്ത് ബാക്കി അതിനകത്ത് വന്ന ആ വെള്ളവും കൂടി ഉൾപ്പെടെ വേണം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. വെള്ളം ഇത്രയും ബാക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വേവിക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് വേണം വേവിക്കേണ്ടത്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു പച്ചമാങ്ങ കട്ട് ചെയ്ത് ഇതേപോലെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ ഇതിനകത്ത് ഗ്രേവി വളരെ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഈ മാങ്ങ ഒന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പരിപ്പ് വേവിച്ച സമയത്ത് എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ വെള്ളം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ഇനി കുറച്ചും കൂടി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ മാങ്ങ വെന്ത് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ പരിപ്പ് മാങ്ങയെല്ലാം ഒക്കെ വേവുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 1/2 കപ്പ് തേങ്ങയിൽ 4 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി അല്പം വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറ് ഒന്ന് വാഷ് ചെയ്ത് അതിനകത്തിരിക്കുന്ന അരപ്പും കൂടി നമുക്കിതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടിതൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് എപ്പോഴാണോ ഗ്രേവിക്ക് എത്തുന്നത് ആ ഒരു സമയത്ത് വേണം ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റേണ്ടത്. ഇപ്പം ഗ്രേവി ഇവിടെ ആവശ്യത്തിനുള്ള ഒരു തിക്നെസ്സൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് തീയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇനി ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഫ്ലെയിമിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്കിതിനകത്തേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ആവശ്യത്തിനുള്ള കടുകും 2 വറ്റൽമുളക്, 2 ചെറിയ ഉള്ളി അരിഞ്ഞത് എന്നിവ ചേർത്താണ് കടുക് വറുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്